ദിനേശ ദിനേശ ഗുഡ് മോർണിംഗ്. നീ പോയില്ലേ? രാവിലത്തെ ബെഡ് കോപ്പിയും കൂടി തന്നിട്ട് യാത്ര പറഞ്ഞ് പോകാൻ കരുതി നിന്നതാ. എന്നാ കോപ്പി അവിടെ വെച്ചിട്ട് പോ. നാളെ രാവിലെ കാപ്പി വരാൻ ഞാൻ വേണ്ടല്ല. വേല ഇറക്കാതെ പോവല്ലവാ. അങ്ങനെ ഇപ്പൊ ഈ കാപ്പി കുടിക്കണ്ട. രാവിലെ കാപ്പി സോപ്പിടാൻ വന്നിരിക്കുന്നു. ഈശ്വരന്മാരെ വീണ്ടും തല്ലാൻ വരികയാണോ? എന്താ തല്ലിയത് മതിയായില്ലേ? പരമു ചേട്ടൻ നല്ല ആളാ. ബസ് സ്റ്റാൻഡിൽ വരാൻ കാർ ഇട്ടിട്ട് കണ്ടതേ ഇല്ല. തപ്പി പിടിച്ചാ ഇവിടെ എത്തിയത്. അയ്യോ, കാർഡൊന്നും എനിക്ക് കിട്ടിയില്ല. ആ, അപ്പൊ അതാ കാര്യം. വല്ലഭൻ ഈ നാട്ടിലില്ലേന്ന് ഞങ്ങൾ ശങ്കിച്ചു. അല്പം താമസിച്ചിരുന്നെങ്കിൽ എന്നെ കാണാൻ പറ്റില്ലായിരുന്നു. അല്ല, ഞാനൊരു വഴിക്ക് ഇങ്ങനെ യാത്ര പോകാനായിട്ട് ബാഗ് കണ്ടപ്പോഴേ മനസ്സിലായി. ഇങ്ങോട്ട് പറഞ്ഞേ, കാര്യങ്ങളൊക്കെ ചുരുക്കി അങ്ങോട്ട് പറയാം. വാ. വല്ലഭേട്ടന്റെ ഓഫീസ് അമ്മേ നല്ല ബിസിനസ്സാന്നാ കേട്ടെ. അല്ലെങ്കിൽ പിന്നെ ടൗണിൽ സ്വന്തമായിട്ട് ഇങ്ങനെ വീടൊക്കെ വാങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് എത്രയും വേഗം ഒരു കിടപ്പാടും 10 വാഴ വെക്കാനുള്ള മണ്ണ് നീ ശരിപ്പെടുത്തി തരണം. പെട്ടെന്നൊരു സ്ഥലമൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞാ എന്തായാലും കുറച്ച് സമയം എടുക്കും. നീ രാവിലെ ചായ കുടിക്കാതെ ഇതങ്ങോട്ട് പിടിച്ചേ. ആ ബാഗ് ദിനേശൻ വല്ലവന്റെ ഫ്രണ്ട്. ഞാൻ വിചാരിച്ചു വല്ലഭന്റെ പാചകക്കാരനായിരിക്കും. പാചകം ചെയ്യും. ഞാൻ ഉണ്ടാക്കുന്ന കിച്ചടി പച്ചടി പാൽപ്പായസൊക്കെ പിന്നെ ഭയങ്കര ഇഷ്ടം അല്ലടാ. പിന്നെ ഒറ്റ പ്രശ്നമേ ഉള്ളൂ, ഞാൻ എന്തെങ്കിലും തമാശ പറഞ്ഞ അപ്പൊ തന്നെ ബാഗ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങും. കുഞ്ഞുങ്ങളുടെ മനസ്സാണേ. കുടിച്ചു കഴിഞ്ഞോ? ഇങ്ങ വന്നടാ. ഇപ്പൊ വരാേ. എന്താ വല്ലു? അതെ, എന്താ നിന്റെ ഉദ്ദേശം? എന്തുദ്ദേശം? ഈ പ്ലേയുടെ ഉദ്ദേശം എന്താണെന്ന്. മഹാലക്ഷ്മി കുടുംബത്തോടെ വീട്ടിൽ കയറി വന്നിരിക്കല്ലേ. മഹാലക്ഷ്മി കുടുംബം? എടാ, അത് പരമുച്ചേട്ടനും കുടുംബമല്ലേ? ആയിക്കോട്ടെ, പക്ഷെ അവര് നമുക്ക് മഹാലക്ഷ്മി ആണല്ലോ. ആണെങ്കിൽ ചവിട്ടി പുറത്താക്കരുത്. പക്ഷെ എനിക്ക് അവര് മൂദേവിയാ. നീ എന്തോ മനസ്സിൽ വെച്ചോണ്ടാ സംസാരിക്കുന്നത്. ഇന്നലെ അങ്ങനെയൊക്കെ പറഞ്ഞു പോയത് എന്റെ വിഷമം കൊണ്ടാ. എന്റെ അവസ്ഥ നിനക്കറിയില്ലേ? ആ വീടും പറമ്പും വിറ്റിട്ട് അതിന്ന് കിട്ടാനുള്ളത് കിട്ടിയാലേ എന്റെ പ്രശ്നങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങും. നീ കൂടുതൽ ഒതുങ്ങല്ലേ? അവർക്ക് വേണ്ടത് ഒരു വീട്, നമുക്ക് കൊടുക്കാനുള്ളത് ഒരു വീട്. അത് നടക്കില്ല. ഞാൻ നിന്റെ കാല് പിടിക്കാം. ഇത് കാലല്ല, എന്റെ കൈയാണ്. വിട്ടു, എനിക്ക് അവരെ കൊണ്ട് പോണം. എങ്ങോട്ട്? അത് നീ അറിയേണ്ട ആവശ്യമില്ല. ഞാൻ എന്താ പ്രശ്നം? അല്ല, അത് പിന്നെ ഒരു പ്രശ്നമില്ല. അതെ, ഇവന്റെ കസ്റ്റഡിയിൽ ഒരു വീടും പറമ്പും കൊടുക്കാനുണ്ടേ. അതൊരു ഗൾഫുകാരന് കൊടുക്കാൻ ഇവൻ ഏറ്റവും പോയി. പക്ഷെ നമ്മുടെ ആൾക്കാരുള്ളപ്പോ അവർക്ക് കൊടുക്കല്ലേ വേണ്ടത്. ഞാനിങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കാം. നീ ഒന്നും വിടല്ലേ പോ. ഞങ്ങൾക്കാ ഇപ്പൊ വീടിന്റെയും പറമ്പിന്റെ അത്യാവശ്യം. വീട്ടു സാമാനങ്ങൾ മുഴുവൻ വെറ്റുപെറുക്കി വണ്ടി കയറിയത് തന്നെ വല്ലഭനെ വിശ്വസിച്ചു. അല്ല, അത് പിന്നെ ഒരു പിന്നെ ഇല്ല. അമ്മാവന് കുടുംബമാണോ നമുക്ക് വലുത്? അമ്മാവൻ വേഗം ചെന്ന് കുളിച്ച് ഫ്രഷായി എന്നിട്ട് മതി വീടും പറമ്പൊക്കെ കാണല്. ചെല്ല്. അല്ല, അമ്മ ചായ കുടിക്കുന്നില്ല. ചായ കുടിക്കട കള്ള. ശരിയാ, വാതിൽ കിടക്കാൻ പ്രയാസമാവും ഈ കസേരയും കൊണ്ട്. വീട് കാണാനാ ഷാരടി ചേട്ടാ? വരൂ, ധാരാളം കാണാമല്ലോ. വീടിന്റെ ഓണറാ ഷാരടി ചേട്ടൻ പേര്. ഷാരടി ചേട്ടാ, ഞങ്ങൾ വീടൊന്ന് കയറി കാണുകയാണേ. അമ്മാവനോട്ടിരിക്കുക, ഞങ്ങളൊന്ന് കണ്ടേച്ചു വരാം. വല്ലഭോ, എനിക്കും കൂടെ ഒന്ന് കാണണമെന്നുണ്ടായിരുന്നു. ഞാൻ വീടിന്റെ ഫോട്ടോ ചാറ്റ് എടുത്തുതരാം. ചുമക്കാൻ വയ്യ. എന്നിട്ട് നീ നന്നായിട്ട് ചുമക്കുന്നുണ്ടല്ലോടാ. പച്ചക്കറി ഇവിടെ ഇറക്കി വെക്കണ്ട മുത്തച്ഛ. വേണ്ട, അതിന് അതേ തന്നെ നോട്ടെ. കണ്ടോ, ഇതാണ് മെയിൻ ഹാള്. 1836. അത് സൈസാണ്. വീടിന്റെ വിസ്തീർണം. ആ കാണുന്ന ഒരു ബെഡ്റൂം, പിന്നെ ഇതൊരു ബെഡ്റൂം, ആ കാണുന്ന കിച്ചൺ. എല്ലാം കാണാം. എന്താട്ടെ? പിന്നെ അയ്യോ, മുമ്പ് എവിടുന്നാണ് മച്ചിടിഞ്ഞ് മുത്തശ്ശന്റെ തല വീഴാൻ പോയപ്പോ തന്നെ ചാരടി വന്ന് കൈവച്ച് തടുത്ത് നിർത്തി. എന്നിട്ട് ഒന്നുമില്ല, പിന്നെ ഒന്നുമില്ല, തീർന്ന് എല്ലാം പോയി ഫിനിഷ്. പിന്നെ ഈ വീടിന് നാട്ടുകാർ വിളിക്കുന്നത് ഭാർഗവീ നിലയം. അല്ല, എങ്ങനെ വിളിക്കാതിരിക്കും? ചേട്ടൻ ഭാർഗവി നിലയം സിനിമ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഭാഗ്യം. അതായത് ഈ ഭാർഗവി നിലയം ഫുൾ സിനിമ ഷൂട്ട് ചെയ്തത് ഈ വീട്ടിൽ വെച്ചല്ലേ? പിന്നെ എനിക്കൊരു അപേക്ഷയുണ്ട്. അമ്മാവൻ ഈ വീട് വാങ്ങുകയാണെങ്കിൽ പൊളിച്ച് പണിയുകയോ അല്ലെങ്കിൽ പെയിന്റ് മാറ്റുകയോ ഒന്നും ചെയ്യരുത്. അതെന്താ? ഭാർഗവി നിലയത്തിന്റെ 2ാം ഭാഗം പിടിക്കാൻ പോവല്ലേ? അതെ, നല്ല കോള. ചോദിക്കുന്ന പൈസയും കിട്ടുവേ. പ്രേമനസീർ ഷീലൊക്കെ ഇവിടെ ഇരുന്നാണ് അഭിനയിച്ചത്. പിന്നെ താമസം എന്റെ വരുവാന്നുള്ള പാട്ട് നാസിർ സാർ ഇല്ല ബാത്റൂമിൽ നല്ല പാടിയത്. ബാത്റൂമിലോ? നേരത്തെ അത് ബെഡ്റൂം. ഇനി കിണർ കാണാം. സൂക്ഷിക്കണം, കിണറിനകത്ത് പാമ്പുണ്ട്. അയ്യോ, പമ്പ്, കിർലോസ്കർ പമ്പേ. വാ അമ്മാവാ, ഇതാണ് കിണർ. ഈ കിണറിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല് എത്ര മഴ പെയ്താലും ഇത് പറ്റുകയില്ല. മുത്തശ്ശി കയറയിലാത്തു.
അതെ, മുത്തശ്ശി ഈ കരയല്ല മരിക്കുന്നവരെ വെള്ളം കോരിക്കൊണ്ടിരുന്നത്. അതിനിവിടെ പൈപ്പൊക്കെ ഉണ്ടല്ലോ. പക്ഷെ മുത്തശ്ശി അങ്ങനെ സ്വന്തം കൈകൊണ്ട് വെള്ളം കോരി കുടിച്ചാലേ കുളിക്കൂ. അത് മുത്തശ്ശിയുടെ ഒരു ഹോബിയാ. അല്ലെങ്കിൽ ഈ പൈപ്പിന്നൊക്കെ പറഞ്ഞ ഒരു അന്ധവിശ്വാസല്ലേ? അയ്യോ, അവൻ അങ്ങനെ കുടിക്കല്ലേ പാവം. അതെ അമ്മാവ, ഇനി ഒരുപാട് കാഴ്ചകൾ അപ്പുറത്ത് കാണാനുണ്ട്. നോക്കി നടക്കണേ, മുള്ളുണ്ട്. അമ്മാവ, ഈ റോഡാണ് NH48 ആക്കുന്നത്. സർവേ ഒക്കെ കഴിഞ്ഞിരിക്കുക, മന്ത്രിയുടെ ഒപ്പിട്ടാ മാത്രം മതി. റോഡ് ഓപ്പൺ ആയ പിന്നെ കോയമ്പത്തൂർക്ക് നടന്നു പോകാനുള്ള ദൂരല്ലേ ഉള്ളൂ. അത് മാത്രോ? വരാൻ പോണ എയർപോർട്ടിന്റെ കാര്യം. എയർപോർട്ടോ? ആ, നമ്മുടെ വീടിന്റെ പുറകില് അര വെറലോ നടന്നാ മതി. അതുകൂടി ആയിക്കഴിഞ്ഞാല് കട്ടപ്പനക്ക് പോകാൻ പരമേട്ടന് ഒരു 1/2 മണിക്കൂർ തികച്ച് വേണ്ട. അതെ അതെ, മാത്രോ സ്ഥലത്തിന്റെ വില അങ്ങോട്ട് കേറില്ലേ? മറിച്ചു വിറ്റാ ചോദിക്കുന്ന വിലയും കിട്ടും. ഞാൻ അമ്മാവനുമായിട്ടൊന്ന് ആലോചിക്കട്ടെ. നിങ്ങൾ പാടി. ഒരെണ്ണം ഒപ്പിച്ചോണ്ട് വരുമ്പോഴത്തേക്ക് അത് കൊളാക്കണം കേട്ടാ. ഒപ്പിച്ചുണ്ടെന്ന് എവിടെ? ഈ കച്ചവടം നടക്കുവാണെങ്കിൽ രജിസ്ട്രേഷൻ കഴിയുന്നവർ ഒരു തുള്ളി പോലെ അടിച്ചു പോരുന്നു. മനസ്സിലായി? നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കടാ. നിന്നോട് കൂടിയാ ഈ വീടിന്റെ സത്യാവസ്ഥ അവരോടും തുറന്നു പറയട്ടെ. എന്തെങ്കിലും ഒരു തമാശ വരുമ്പോഴേക്കും അപ്പോഴേക്കും ചൂടാവും. എങ്ങനെ ഉണ്ടാ? എനിക്കിഷ്ടായി. വലിയ മുറികളാ, കാറ്റും വെളിച്ചൊക്കെ കിട്ടുകയും ചെയ്യും. ഇനി നിനക്കോടി പുത്തൻ തലമുറയാ, ചോദിച്ചില്ലാന്ന് വേണ്ട. ഭാർഗവീ നിലയത്തിന്റെ 2ാം ഭാഗത്തിന് വരുമ്പോ വലിയ വാടകയൊന്നും ചോദിക്കരുത് അച്ഛാ. അവര് ഷൂട്ടിംഗ് വേറെ എവിടേക്കെങ്കിലും മാറ്റിയാലോ? ഓ, ഇവള് വളരെ മുന്നോട്ട് കടന്ന് ചിന്തിക്കുക. ഈവറ്റകളുടെ ഇഷ്ടം തന്നെയാ എന്റെ. അമ്മാവൻ എന്ത് തോന്നുന്നു? നീ ഇത്തിരി മണ്ണിങ്ങോട് എടുത്തേ. ഓ, ഞാൻ സ്ഥിരമായിട്ട് മൂത്രം ഒഴിക്കുന്ന സ്ഥലമാ. അവിടെ നിന്ന് മണ്ണെടുത്ത് വായിലിട്ടിട്ട് അയാൾ എന്താ കാട്ടണേ? എന്തെങ്കിലും കാട്ടട്ടെ. കന്യക യൂറിയായും നാടൻ സ്പിരിറ്റും സമം ചേർത്തതിന്റെ സ്വാദ്. ഒരു 50 വർഷത്തിനിപ്പുറം ആരും കൃഷി ഇറക്കിയിട്ടില്ല. നല്ല വളക്കൂറും പശപച്ചപ്പും. അതെ, വില എന്തോ പറഞ്ഞു? 22 ലക്ഷത്തില് നയാ പൈസ കുറയില്ല. അത് ലേശം കൂടുതലാ, കുറച്ച് കുറയണം. ന്യായമായ വിലയാണെങ്കിലേ ഞങ്ങൾക്ക് താല്പര്യമുള്ളൂ. ഒരു മിനിറ്റ് പോരാട്ടോ. ബലം പിടിച്ച അവര് പോകും. പിന്നെ ഞാൻ എന്തോ ചെയ്യണം? കുറച്ച് കുറക്കണം. ദിനേശൻ അറിയാതെ വൈകുന്നേരം ഒരു ഫുൾ ബോട്ടിൽ നാഗാറാം ഞാൻ മേടിച്ചു തരാം. വാക്കാണോ? ഈ നാക്ക് കൊണ്ട് വെറും വാക്ക് പറയില്ല വല്ലഭൻ. അപ്പൊ എത്ര കുറയ്ക്കണം? 2 കുറച്ചോ? 2 രൂപ. 2 ലക്ഷം. എന്താ ആലോചിക്കണത്? ഉറപ്പിക്കാല്ലേ? പിന്നെന്ത്? 20 ലക്ഷത്തിന് സമ്മതം. അത് ന്യായം. പക്ഷെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. ഇപ്പൊ 15 ലക്ഷം രൂപയെ ഞങ്ങളുടെ കയ്യിലുള്ളൂ. ബാക്കി 5 ലക്ഷത്തിന് 1 മാസത്തെ സമയം തരണം. അതിനിപ്പോ എന്താ? 15 എനിക്ക് നേരെ 5 ലക്ഷം 1 മാസം കഴിഞ്ഞ് ദിനേശിന് കൊടുത്താൽ മതി. എന്തായാലും ഞാൻ ദിനേശിന് കൊടുക്കാനുള്ളതാണല്ലോ. ചേട്ടൻ എന്റെ കാര്യങ്ങളൊക്കെ അറിയാവുന്നതല്ലേ. ഈ കാശ് കിട്ടിയിട്ട് വേണം. ചേട്ടൻ ഒരു കാര്യം ചെയ്യും. 10 രൂപ ചേട്ടൻ എടുത്തു, 5 രൂപ എനിക്ക് തന്നാ മതി. ബാക്കി കാശ് ചേട്ടൻ തന്നെ നേരിട്ട് മേടിച്ചോ. അയ്യോ അയ്യോ, ഞാൻ ഇത് വിറ്റ് കഴിഞ്ഞാൽ അങ്ങ് നേരെ ബാംഗ്ലൂരിലേക്കാ. അതിനുവേണ്ടി ഒരു തിരിച്ചു വരുന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാ. നിങ്ങളാവുമ്പോ ഒരേ നാട്ടുകാര്, എപ്പോ വേണമെങ്കിലും കാണുക വാങ്ങുക എന്ത് വേണമെങ്കിലും ആകാലോ. ഞാൻ ഈ ഒരു പ്രതീക്ഷയിലാണ് ഇത്രയും. ദിനേശന് ഞങ്ങളെ വിശ്വാസമാണെങ്കിൽ അടുത്ത മാസം ഇതേ ഡേറ്റിന് കാശ് റെഡി. ഞങ്ങൾ വിറ്റ പറമ്പിന്റെ ബാക്കി കാശ് നാട്ടിൽ നിന്ന് കിട്ടാനുള്ളതാ. വേണേലൊരു എഗ്രിമെന്റ് ദിനേശനുമായി പ്രത്യേകിച്ച് എഴുതാം. അയ്യോ, അതുകൊണ്ടല്ല, എന്റെ സിറ്റുവേഷൻ. എന്ത് സിറ്റുവേഷൻ? 15 ലക്ഷം ചാരടിക്ക് കൊടുക്കുന്നു, പ്രമാണം എഴുതിക്കുന്നു. 5 ലക്ഷം പറഞ്ഞ പോലെ അടുത്ത മാസം നിനക്ക് തരുന്നു. അത് വൈകിക്കരുത്. എന്താ? അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെ തന്നെ. ഇനി ഒന്നും ആലോചിക്കണ്ട. നല്ലൊരു നാള് നോക്കി ഗൃഹപ്രവേശം. എന്തോ ആ പച്ചക്കറി ചാക്ക് കൊണ്ടുപോവാ. ഇതെന്തിനാ ഇപ്പൊ പച്ചക്കറി? ഞങ്ങളുടെ നാട്ടിൽ വീട് കച്ചവടം നടന്ന ആദ്യം ഇത്തിരി പച്ചക്കറി കൊടുക്കും. കപ്പ ഉണക്കമീനും സംഘടിപ്പിച്ച് ഞാനിപ്പോ എത്തിയേ ഉള്ളൂ. എന്നാ ഇനി കുട്ടികൾ പൊയ്ക്കോട്ടെ, പൊയ്ക്കോ. അല്ല, ഞങ്ങൾ ഇവിടെ നിന്നോളാം. ഇനി ഇത് എടുത്തിട്ട് അകത്ത് വെക്കേണ്ടതല്ലേ? എനിക്ക് ഇവരോട് രഹസ്യം പറയാനാ. ആയിക്കോട്ടെ, നീ വന്നേ. അടിക്കുന്നതിന് മുമ്പ് രഹസ്യം പറയലുള്ളതാ. ശരി. എന്താ മാവാ നീ എവിടെ ഇരുന്നേ? ദമയന്തിയുടെ കാര്യമാ ഞാൻ ആലോചിക്കുന്നത്. ഇനി അവിടെ കല്യാണം എത്രയും പെട്ടെന്ന് നടത്തണം. അതിപ്പോ എങ്ങനെ അമ്മാവ് ആലോചിക്കുക? സ്ത്രീധനത്തൊക്കെ ഒക്കണ്ടേ? വട്ടച്ചെലവിനുള്ള കാശ് ഒഴിച്ച് ബാക്കിയെല്ലാം നുള്ളിപ്പെറുക്കിയ പിഷാരടിക്ക് കൊടുത്തില്ലേ? പകരം വീടും വസ്തുവും കിട്ടിയില്ലേ? കാശിന് പകരം സ്ത്രീധനം അതായാലും തരാറൊന്നുമില്ലല്ലോ. അത് ശരിയാന്ന് വെക്കാം. പറ്റിയ ചെക്കനെ തപ്പിയെടുക്കാനെങ്കിലും സാവകാശം വേണ്ടേ? വേണ്ട. ദമയന്തിയുടെ ഭരണം വേറെ എവിടെയും തേടണ്ട. അമ്മാവന്റെ മനസ്സിലുള്ളത് എന്തുവാ? എനിക്കൊരു പിടിയും കിട്ടുന്നില്ല. ചെറുക്കൻ ഇവിടെ തന്നെ ഉണ്ടെന്നേ, ഈ വീട്ടിൽ തന്നെ. വല്ലഭൻ. ഞാനല്ല, നീയാ. കുറേശ്ശെ തരികട ഉണ്ടെന്നാ ഞാൻ കരുതിയത്.
നല്ലവനാ. 1 മിനിറ്റ് കൊണ്ടല്ലേ 2 ലക്ഷം രൂപ കുറപ്പിച്ചത്. കാട്ടാന കയറുന്ന തൂക്കണാൻ പറയെ പോലെ ഈ വിലക്ക് ഇങ്ങനൊരു വീടും വസ്തുവും കിട്ടുമോ? എല്ലാം അവന്റെ ഒറ്റം എടുക്ക. ദമയന്തിയുടെ സമയം നല്ലതാണെങ്കിൽ അവൻ ഈ ബിസിനസ് വെച്ചടി കയറ്റമായിരിക്കും. ദമയന്തി വെള്ളം കൊണ്ടുവാ. ഗ്ലാസ് ഒന്ന് പോരാ, 2 എണ്ണം വേണം. അവിടെ ഭായ് സാബ്, എന്റെ പുന്നേരെ അളിയാ. നല്ല സ്ഥലം. എന്നാലും പെട്ടെന്ന് ഇങ്ങനെ ഒരു സ്ഥലം മാറ്റത്തിന് കാരണം, അതും കട്ടപ്പന വാളയാറിലേക്ക്, എന്താണ് അത്? ഒക്കെ വിശദമായിട്ട് പറയാം. എനിക്കിപ്പോ എന്തെന്നില്ലാത്തൊരു ധൈര്യ. നിന്റെ ഈ ഒരു കരുത്തുള്ള കയ്യാ എനിക്കിന്ന് വേണ്ടത്. എന്തിനാ അളിയ ഒരു കൈ? ഈ 2 കൈയും അളിയനെ ചുടുകാട്ടിലേക്ക് എടുക്കുന്നവരെ അളിയന്റെ കൂടെ ഉണ്ടാവും. നീ അങ്ങ് ഉണങ്ങി വിറകുള്ളി പോലെ ആയല്ലോ. ആദ്യം നിന്റെ തടി ഒന്ന് ശരിയാക്കി എടുക്കണം, എന്നിട്ട് വേണം. ദാദാജി സുപ്രഭാത്. അവന്റെ ഒരു ഇംഗ്ലീഷ്. ഇത് ഇംഗ്ലീഷ് അല്ല മുത്തച്ഛ, ഹിന്ദി, നമ്മുടെ രാഷ്ട്രഭാഷ. ജയിലിൽ എനിക്ക് ഹിന്ദിക്ക് ഈവനിങ് ക്ലാസ് ഉണ്ടായിരുന്നു. എങ്ങനെയുണ്ട് പെങ്ങളെ, സുഖം തന്നെയല്ലേ? അങ്ങനെ കഴിഞ്ഞു കൂടുന്നു. അച്ഛാ, നീ എന്താടി വല്ലാതെ ക്ഷീണിച്ചു പോയല്ലോ. 6-7 മാസം ജയിലിലെ ഉണ്ടയും വെള്ളവും തിന്നും അടുത്തതല്ലേ. വായിക്ക് രുചിയുള്ള എന്തെങ്കിലും കഴിച്ചിട്ട് മതി ഇനി വിശേഷം. അച്ഛാ, എല്ലാം റെഡിയല്ലേ ജാനു? എല്ലാം എടുത്തു വെച്ചിട്ടുണ്ട്. കൈയും കഴിയിട്ട് വന്നിരുന്നാ മതി. ശുക്രിയ, പാടിമോളെ. ശുക്രിയ. മാർക്കറ്റിൽ കൂടി നടന്നു വരുന്ന ഒരു മണം. എന്താണ് അളിയ ഇതെല്ലാം? എല്ലാം നിനക്ക് ഇഷ്ടമുള്ള ഐറ്റംസാ. കരിമീൻ ഉലത്തിയത്, താറാവ് നിർത്തിപ്പൊരിച്ചത്, ആടിന്റെ തല മുളകിട്ടത്, അത് കോഴി ഫ്രൈ. ഇത് മറ്റവൻ യവൻ കണ്ടംപൂച്ച ജീവനോടെ വറുത്തത്. കണ്ടംപൂച്ചയെ കെണിവെച്ച് പിടിച്ച് ചുട്ടു തിന്നുന്നത് നിന്റെ വിരോധമല്ലായിരുന്നോ? ഇവരാരും കൂട്ടാത്ത കൊണ്ട് ഞാൻ തന്നെ ഓടിച്ചിട്ട് പിടിച്ചതാ. അളിയ, ഞാൻ ഇതൊക്കെ നിർത്തി. എന്തോ നിർത്തിന്ന്? ഈ നോൺ വെജിറ്റേറിയന്. ജയിലിൽ വെച്ച് ഞാൻ ഗാന്ധി മാർഗത്തിൽ ചേർന്നളിയ. ഈ മത്സ്യമാംസാദികൾ ത്യജിച്ച് ഞാനിപ്പോ വെറും പച്ചക്കറിയാ. എന്റെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ. രഘുപതി വലിയ അഹിംസക്കാരൻ. ആ ജയിലിൽ നിന്ന് അയച്ച ആ കത്ത് എടുത്തോണ്ട് പാടി. ഏത് കത്തിന്റെ കാര്യം അളിയൻ പറഞ്ഞത്? ഓ, കുട്ടിയായിരുന്ന ഇന്ദിരാജി ജയിലിൽ കിടന്ന ചാച്ചാജിക്ക് എഴുതിയ കത്ത് അല്ലേ? കോപ്പി ഉണ്ട് എന്റെ അളിയന്റെ മുഖത്തൊരു ഹിംസാഭാവം തെളിയുന്നുണ്ട്. അതെന്റെ കയ്യിലേക്ക് പടരുമോന്നാ ഇപ്പൊ എന്റെ പേടി. ഹായ്, നല്ല പരിചയമുള്ള ഹാൻഡ് റൈറ്റിംഗ്. കാണും, പരിചയം കാണും. നീ ജയിലിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പ് എനിക്ക് അയച്ച കത്താ. എന്നാ കേട്ടോ, ഞാൻ വായിക്കാം. ഞാൻ ജയിലിൽ പോവാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസ് നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്കൊന്ന് നേർക്ക് നേർ കാണണം. അധികം തന്നെ. എന്താ ഇത് നീ എഴുതിയതല്ലെന്ന് പറയാനാണോ? അല്ല, ഞാൻ എഴുതി തന്നെയാണ്. പക്ഷെ വായിക്കേണ്ടത് അളിയൻ വായിച്ച സ്റ്റൈലല്ല. ഇതെന്റെ വേറൊരു മോഡിൽ ഞാൻ എഴുതിയതാ. ഇതാ കേട്ടോ. സ്നേഹം നിറഞ്ഞ അളിയൻ, 3-4 ദിവസത്തിനകം ഞാൻ ജയിലിൽ നിന്നിറങ്ങും. നേരെ അങ്ങോട്ടായിരിക്കും വരിക. അല്ലാതെ ഞാൻ വേറെ അവിടെ പോകാനാ? ഞാൻ ജയിലിൽ പോകാൻ കാരണക്കാരനായ ഗുണ്ടുമണി ഇപ്പോഴും അവിടെ വിലസി നടക്കുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞു. അവനെ എനിക്ക് നേരിട്ടൊന്ന് കാണണം. അതെന്തിനാ? അവനെ നിനക്ക് കുത്തിക്കൊല്ലാനല്ലേ? എന്റെ അളിയ, അളിയൻ ഇത്ര മണ്ടനായി പോയല്ലോ. മോശം മോശം. അവനെ നേർക്കൊന്ന് കണ്ടാലല്ലേ മാപ്പ് പറയാൻ പറ്റൂ. പിന്നെ എനിക്കെതിരെ കള്ളസാക്ഷി പറഞ്ഞ ആ ഇടിവെട്ടിച്ചത്ത പാപ്പച്ചന്റെ മകൻ ആന്റണി ഇപ്പോഴും അവിടെ ഉണ്ടാവുമല്ലോ. നിനക്കവന്റെ കയ്യോ കാല വെട്ടാനല്ലേ? അളിയൻ പിന്നെയും. എന്റെ അളിയ, ആന്റണിയെ കണ്ടിട്ട് വേണം അവനെ ഒന്ന് ഉപദേശിച്ച് നേരെയാക്കാൻ. കള്ളസാക്ഷി പറയുന്നത് പാവമാ, കൊടും പാവം. ഞാൻ കട്ടപ്പനെ ചെന്ന് അവരുമായിട്ട് തോളിൽ കൈയിട്ട് ഗ്രൂപ്പ് ഫോട്ടോ എടുത്തിട്ടാ വന്നിരിക്കുന്നത്. അപ്പൊ വടിവാളും കൊടുവാളും എടുത്തു വെക്കാൻ പറഞ്ഞതോ? അതൊക്കെ ഏതെങ്കിലും ഒരു കൊല്ലന് കൊടുത്ത് അരിവാളാക്കിയിട്ട് കൊയ്യാൻ കൊടുത്തൂടെ? വേസ്റ്റ്. അപ്പൊ നിന്നെ കൊണ്ട് നീ ഒന്നിനും കൊള്ളില്ല എന്നർത്ഥം. അളിയൻ അങ്ങനെ വിധി കൽപ്പിക്കരുത്. അഹിംസ കൊണ്ടുണ്ടായ നേട്ടങ്ങളുടെ ഒരു പട്ടിക ഞാൻ അങ്ങ് നിരത്തി തരാം. 1980 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം. പ്രസംഗത്തിനിടയ്ക്ക് ഒരു സെക്കൻഡ് എനിക്ക് തരുമോ? പിന്നെന്താ ഒരു ഗ്യാപ്പിൽ സംസാരിച്ചോ? എന്താ അങ്ങനെ ചോദിക്കാൻ കാര്യം? ഇവരോടൊന്ന് സംസാരിക്കാനുണ്ട്. ഇതെല്ലാം എടുത്ത് പട്ടിക്കിട്ടോറി. ഒരു വെജിറ്റബിൾ സൂപ്പ് കിട്ടും. എല്ലാരും ഉണ്ടല്ലോ.
നമ്മളാരാ മനസ്സിലായില്ല? താനാരാ? ഞാൻ ദിനേശൻ കൊണ്ടോടി. ആരെയും കൊണ്ടോടി? ആരെയും കൊണ്ട് ഓടിയതല്ല, എന്റെ കുടുംബപ്പേരാ കൊണ്ടോടിന്ന്. ഓഹോ, അപ്പൊ പാരമ്പര്യമായിട്ട് കൊണ്ടോടുന്നവരാണല്ലേ? കൊണ്ടോടുക, തട്ടിക്കൊണ്ടു പോവുക, കള്ളപ്രമാണമുണ്ടാക്കി വീട് വിൽക്കുക, ഇതൊക്കെ ഞാൻ അത്ര കണ്ടിരിക്കുന്നു. ആ, അവനോടെ ആര്? വല്ലഭൻ. പോന്നു വന്നിട്ട് വർഷം കുറയായി. ഞാൻ ഗാന്ധി മാർഗം സ്വീകരിച്ചു എന്നുള്ളത് സത്യമാ. പക്ഷെ ഏത് നിമിഷം വേണേലും ഈ വടിവാൾ വാസു മറ്റേ മാർഗത്തിലേക്കും തിരിയും. ഇവരാരാണെന്നറിയോ? പിന്നെ എന്റെ ചോരയാ. ഞാഞ്ഞുള്ളായിരുന്ന എന്നെ മൂർഖം പാമ്പാക്കി മാറ്റിയ വലിയവരാ. അവർക്ക് വേണ്ടി ഈ ഗാന്ധി ഭക്തൻ 2 കൊല വരെ ചെയ്യാൻ പഠിക്കില്ല. അതുകൊണ്ട് ഇന്നേക്ക് 5 ദിവസത്തിനകം ആ പാണ്ടികളെല്ലാം അവിടെ നിന്ന് ഓടിച്ച് എന്റെ അളിയനെയും കുടുംബത്തെയും അന്തസ്സായ അവിടെ കയറ്റി താമസിപ്പിക്കണം. എന്താ പറ്റില്ലേ? പിന്നെ ഇതൊക്കെ പറയാൻ വാസോണ്ണം വരേണ്ട വല്ല കാര്യമുണ്ടാ? ആരെങ്കിലും ഒരാളെ പറഞ്ഞാ പോരായിരുന്ന? അതുവരെ എന്റെ അളിയനും കുടുംബവും ദേ ഇവിടെ താമസിക്കും. അല്ല, ഇവിടെ ഇങ്ങോട്ട് ഇറങ്ങടാ. എന്തിനാ? ഇങ്ങോട്ട് ഇറങ്ങടാ. പറഞ്ഞനുസരിച്ചിട്ട് ഇറങ്ങടാ. നിന്നോടും കൂടിയാ. ഞാനോ? ആ, ചായ വേണോ? കുടിക്കില്ല. കുടിക്കില്ല. ഞങ്ങള് പുറത്തു വന്നു. ആ, മുത്തശ്ശനെ എടുക്കടാ. എടുത്തോടാ. വരുന്നില്ല. കസേരയോടെ എടുക്കടാ. ഒരു TV VCR കൂടി കെട്ടി തൂക്കായിരുന്നു. അകത്തൊക്കെ എടുക്കടാ. ആ, ഞാൻ പറഞ്ഞില്ലേ പുറത്തിട്ട് എടുക്കാറായിട്ടില്ലെന്ന്. വല്ലഭ, എന്തെങ്കിലും പെട്ടെന്ന് ചെയ്തേ പറ്റൂ. മറ്റാരും അറിയാതെ ഒരൊറ്റ കൈ പ്രയോഗം. എന്താണ് പബ്ലിക് ആയിട്ടൊരു ഗൂഢാലോചന? ചേട്ടൻ പറഞ്ഞില്ലേ പാണ്ടി കുടുംബത്തെ ഒഴിവാക്കി തരണമെന്ന്? അതെ, അതിനൊരു വഴിയുണ്ട്. പറയൂ. ചേട്ടനും കൂടെ ഞങ്ങളുടെ ഒപ്പം നിക്കണം. എത്ര നാൾ നിൽക്കണം? പ്രശ്നം ഒന്ന് സോൾവ് ആകുന്നവരെ നിന്നാ മതി. അപ്പോ അതുവരെ ഞാൻ നിക്കണം. വേണ്ട, ഇടക്കിടക്ക് വേണേ ഇരിക്കാം. അഹിംസയാണോ ഹിംസയാണോ? അത്ര ഒന്നും ഞാൻ പഠിച്ചിട്ടില്ല. വടിവാള് വേണോ കതറ് വേണോന്ന്? കാതർ മതി. കാതറ? കതർ മതി എന്ന് പറയായിരുന്നു, വിദ്യാഭ്യാസം കുറച്ച് കുറവാണേ. ഓഹോ, കതറെങ്കിലും ഓക്കെ. ஏன் அழுகிறேன்? சந்தோஷம் தாங்க முடியலம்மா. உங்களை காணலன்னு உயிருக்கு உயிர ஆசையா இருந்தம்மா. அது இவ்வளவு சீக்கிரம் நிறைவேறன்னு நினைச்சு கூட பாக்கலம்மா. எங்க வீட்டுக்கு வந்து தரிசனம் தந்தீங்களே. இந்த வீட்டுக்கு மட்டும் இல்லை, உலகத்துல எல்லா இடத்திலும் நான் இருக்கேன். அம்மாவு இல்லாத குழந்தை இருக்கா? பாரம்மா, உலகம் ஒண்ணு, மனிதனும் ஒண்ணு. இங்கிலீஷ், மலையாளம், தெலுங்கு, தமிழ் எல்லாம் ஒரு தாய் பெற்ற மக்கள். இப்போ நான் தமிழ்நாடு முக்கியமந்திரி தானே. ஆனா குருவாயூரப்பன் எனக்கு வேண்டிய கடவுள். அவரை காணணும்னா கேரளாவுக்கு போக வேண்டாமா? கேரளாவுக்கு அரிசி கிரிச்செல்லாம் நாம தானே குடிக்கிறது. கேரளாவும் தமிழ்நாடும் ரொம்ப ரொம்ப நண்பர், ஃப்ரெண்ட்ஸ். இங்க ஒரு மலையாள ஃபேமிலி இருந்தது இல்லையா, அவங்க எனக்கு ரொம்ப வேண்டியவர். அவங்களுக்கு எந்த தொந்தரவும் நீ கொடுக்க கூடாது என்ன? இல்லங்கம்மா, எந்த தொந்தரவு கொடுக்க மாட்டாங்கம்மா. அவருக்காக நீங்க இந்த ஸ்தலம் விட்டு கொடுங்க. கொடுக்கறேங்கம்மா. தமிழ் வாழ்க. ഇത്ര പെട്ടെന്ന് സ്ഥലം വിട്ടോ? അയ്യൊന്നും വേണ്ട. നടീനടന്മാരൊക്കെ ഒന്ന് ബാറ്റിംഗ് തീറ്റയ്ക്കുള്ളൊക്കെ മേടിച്ചോ. എന്നെ കാശെന്ന് ഞാൻ ഈ വണ്ടി തന്നെ പോയിക്കോളാം. അതെ, ഈ വണ്ടിക്ക് കല്യാണം അത് പറ്റില്ല. ഒറ്റപ്പാലത്തെ സീരിയലിന്റെ ഷൂട്ടിംഗ് ഉള്ളത് ഞാൻ കോളേജിൽ തന്നെ പോയിക്കോളാം. ഈ കോളേജിൽ ഒറ്റപ്പാലത്ത് പോയ 2000 രൂപ പൊടിയും. ഈ കലാപരിപാടിക്ക് തന്നെ 5000 രൂപ പലിശക്കെടുത്താ ഞാൻ പൊടിച്ചു കളഞ്ഞത്. ഒരു 500 രൂപ തന്നെ. എന്തിനാ? ഈ ടർപ്പായുടെ വാടക കൊടുക്കാനാ. എങ്ങനെയെങ്കിലും പോകാം. ആ, ഇങ്ങനെ പോയ ബസ് കിട്ടിയത് തന്നെ. ഒന്ന് ആഞ്ഞ ചവിട്ടിക്കേ. ചവിട്ടൊക്കെ ആഞ്ഞ് തന്നെ ചവിട്ടുന്നത്. വണ്ടി നീങ്ങണ്ടേ? ഒരു ചുമടല്ലേ പുറകില്. அம்மா வச்சு ஏமாத்திட்டீங்களா? ஏய் ஆரம்போ, முத்து, பழனி, சின்னையா, எல்லாரும் ஆயுதங்களை எடுத்து சீக்கிரம் புறப்படுங்கடா. எதுக்குப்பா? எதுக்கு இவ்ளோ டென்ஷன்? அவங்கள அங்கிருந்து ஓடிக்கணும், அவ்வளவுதானே. அதன் எதுக்குப்பா ഈ குஸ்திக்காரும் ஆயுதம் எல்லாம்? அது எனக்கு விட்டு கொடுங்க. எடி, நீ வெறும் ஒரு பொண்ணு. நான் வெறும் பொண்ணு இல்லப்பா, தேவர் பொண்ணு. பயம் என் பிளட்லயே இருக்காது. நீ என்னடி செய்ய போற? வெயிட் அண்ட் see.
மீரா ஹாப்பி நியூஸ். இந்த வெக்கேஷனுக்கு அடிச்சு பொளிக்கணும்னு நீயும் ஜோதியும் சொல்லலையா? சரி, சீக்கிரம் பெட்டி எல்லாம் பேக் செய். எஸ், and welcome you naughty and dirty girls to my beautiful village. ക്ലീൻ ചെയ്തപ്പോ വീട് ആകെ മാറിപ്പോയല്ലേ വാസോട്ടാ? വല്ലപ്പോഴൊക്കെ 10 കുപ്പിയിൽ ഒഷ്ടാ പൊട്ടിച്ചോ